ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകാൻ അത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഓരോ ദിവസം കഴിയുന്തോറും കേസുകളുടെ എണ്ണം കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കൃത്യമായ കണക്കുകളും വിവരങ്ങളൊക്കെ സഭയിൽ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത് മുഖ്യമന്ത്രി ഇതുവരെ മുഖ്യമന്ത്രി തൂഫാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പുതുച്ചേരി, തമിഴ്നാട്, കർണാടക മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുകയാണ്. സംയുക്തമായി ലഹരിയുടെ ഉപയോഗം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും സംയുക്തമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ തൂഫാൻ എന്ന് പറയുന്നത് പുതിയ സർക്കാരിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ വെറുതെ കാണിക്കുന്ന ഗിമ്മിക്കല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മയക്കുമരുന്നിന്റെ വലിയ ശേഖരം പിടികൂടുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ 14 ജില്ലകളും വലിയ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. SP-മാരുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘമടക്കം വലിയ തരത്തിലുള്ള പലയിടങ്ങളിലായി ലഹരി പിടിക്കുന്നു. ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ സിന്തറ്റിക് ലഹരികൾ അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. അതിനൊപ്പം കേരളത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് പാൻപരാഗ്, ഹൻസ്, കൂള് പോലെയുള്ള ഉൽപ്പന്നങ്ങളടക്കം പോലീസ് പിടികൂടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നേരത്തെ പോലീസ് വൻകിട നഗരങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ അടക്കം റെയ്ഡ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ലഹരി പാർട്ടികൾ കൃത്യമായി റെയ്ഡ് ചെയ്യും. 5 സ്റ്റാർ ഹോട്ടലുകളിലെ പാർട്ടികളിൽ നിരീക്ഷണം ശക്തമാക്കും. സിനിമാ താരങ്ങളുടെ കാരവാനിൽ ആവശ്യമാണെങ്കിൽ പരിശോധനയ്ക്ക് തയ്യാറാകും. സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി അത്തരത്തിൽ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട പിടികൂടും. ആംബുലൻസുകൾ പരിശോധിക്കുന്നു. അതുമാത്രമല്ല ആഴക്കടലിൽ ബോട്ടുകളിലും ചെറിയ കപ്പലുകളിലും അടക്കം നടക്കുന്ന പാർട്ടികൾ നിരീക്ഷണത്തിലായിരിക്കും. ആവശ്യമാണെങ്കിൽ അവിടെ വന്ന് പിടിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്. ഇതിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കും പുതുച്ചേരി മുഖ്യമന്ത്രി നാരായണസ്വാമിക്കും കത്തയച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി എത്തുന്ന ഒരു നഗരം ബംഗളൂരുവാണ്. ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗം കേരളത്തിലേക്ക് ലഹരി എത്തുന്നു. അതോടൊപ്പം തന്നെ ബസ്സുകളിൽ, അന്തർ സംസ്ഥാന ബസ്സുകൾ, ഇന്റർസ്റ്റേറ്റ് ബസ്സുകളിലൂടെ ലഹരി എത്തുന്നു. കൂടാതെ ഈ പല ഇടത്തുനിന്നും, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ആളുകൾക്ക്, മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് എളുപ്പത്തിൽ ബംഗളൂരുവിലെത്താം. കാരണം വയനാട്ടിൽ നിന്ന് 4 മണിക്കൂർ സഞ്ചരിച്ചാൽ ബംഗളൂരുവിലെത്താം. കോഴിക്കോട് നിന്ന് 6 മണിക്കൂർ സഞ്ചരിച്ചാൽ ബംഗളൂരുവിൽ എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ലഹരിയുടെ കേന്ദ്രങ്ങളായി ഈ മാറിയ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സിന്തറ്റിക് ലഹരി അതിർത്തി ചെക്ക് പോസ്റ്റ് വഴി, പ്രധാനമായും മുത്തങ്ങയും തലപ്പാടിയും വഴി കേരളത്തിലേക്ക് എത്തുകയാണ്. അതിർത്തികളിൽ വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ആ പരിശോധനകളൊക്കെ വെട്ടിച്ച് കടന്നു വരാനുള്ള സാഹചര്യം നിലവിലുണ്ട്. കാരണം മുത്തങ്ങ വഴിയല്ലാതെ കുട്ട ചെക്ക് പോസ്റ്റിലൂടെ കടന്നു വരുമ്പോൾ പലപ്പോഴും ചെക്കിങ് മറികടന്ന് വനത്തിലൂടെ വരാനുള്ള വഴിയൊക്കെ ഇത്തരം ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പൂർണ്ണമായും കർണാടകയിൽ നിന്നുള്ള ലഹരി ഒഴുക്ക് നിലച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, കേരളത്തിലെ നഗരങ്ങളിൽ നിന്ന്, കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും അടക്കം ബംഗളൂരുവിലേക്ക് സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഈ സ്വകാര്യ ബസ്സുകളിലാണ് കൂടുതൽ ലഹരി എത്തുന്നത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ്സുകൾ വ്യാപകമായി അതിർത്തികൾ പരിശോധിക്കുന്നുണ്ട്, പല കേസുകളും പിടികൂടുന്നുണ്ട്. അതുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ കത്തയച്ചിരിക്കുന്നത്. കർണാടകയും സിന്തറ്റിക് ഡ്രഗ്സിനെതിരായ പോരാട്ടം ശക്തമാക്കിയിട്ടുണ്ട്. കർണാടകയിലെ പബ്ബുകളിൽ, നൈറ്റ് പാർട്ടികൾ നടക്കുന്ന പബ്ബുകളിലടക്കം വ്യാപകമായി സിന്തറ്റിക് ലഹരി കേരളത്തിന് എത്രയോ മുമ്പ് അവിടെ സുലഭമാണ്. അവിടെയും ഇപ്പോൾ സർക്കാർ ശക്തമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാടിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളടക്കം, മലയാളി വിദ്യാർത്ഥികളടക്കം ഇതിന്റെ കരിയർമാരായി കേരളത്തിലേക്ക് ലഹരി കൊണ്ടുവരുന്നുണ്ട്. പുതുച്ചേരിയിലും സമാന അവസ്ഥയിൽ നിന്ന് ലഹരി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതിനെ തടയിടാൻ കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ, അതത് സംസ്ഥാനങ്ങളിലെ ഭരണകൂടം കൂടി വിചാരിച്ചാൽ ഇതിന്റെ നിർമ്മാതാക്കളെയും വിതരണക്കാരെയും പിടികൂടാൻ കഴിയും. അതിനുവേണ്ടിയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി എന്ന ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം മറ്റ് 3 ഇടങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചത്. എന്തായാലും വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ലഹരിക്കെതിരെ ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി, പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിന്തറ്റിക് ലഹരി, മാരകമായ സിന്തറ്റിക് ലഹരി കേരളീയ യുവത്വത്തെ കാർന്നു തിന്നുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്നത് പലപ്പോഴും നേരിട്ട് കാണുന്നുണ്ട്. പല കേസുകളിൽ പോലീസും എക്സൈസും അറസ്റ്റ് ചെയ്ത കേസുകളിൽ ഈ പെൺകുട്ടികൾക്ക് എന്താണ് പറയുന്നത്, തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും ആ സമയത്ത് അറിയില്ല. കാരണം ലഹരി അത്രത്തോളം അവരെ വിഴുങ്ങുന്ന സാഹചര്യമാണുള്ളത്. സിനിമാ മേഖലയിൽ ലഹരി പിടിമുറുക്കിയിട്ടുണ്ടെന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ തുറന്നു പറച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാരവൻ, സിനിമാ താരങ്ങൾ, വൻകിട താരങ്ങൾ വിശ്രമിക്കുന്ന
കാരവാനിൽ അടക്കം പരിശോധന ഉണ്ടാകുമെന്ന മന്ത്രി പറഞ്ഞിരിക്കുന്നത്, രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി സിനിമാ സംഘടനകൾ, കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ, വ്യാപാരി സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ ഒരു ചങ്ങല തീർക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ കരാളഹസ്തത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ അത്തരമൊരു ദൗത്യമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ഈ സദുദ്ദേശ പ്രവർത്തനം കേരളത്തെ ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും മയക്കുമരുന്നിന്റെ വിപണനവും ഒരു 95% ഇല്ലാതാക്കാൻ കഴിയില്ലേ? തീർച്ചയായും ഒരിക്കലും കേരളത്തിൽ നിന്ന് ഒരു വർഷം കൊണ്ടല്ല 5 വർഷം കൊണ്ട് പോലും പൂർണ്ണമായി പറയുന്ന ലഹരികളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം എനിക്കില്ല. കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു ആരംഭത്തിൽ അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ചൂടിൽ കാണിക്കുന്നതാണെങ്കിൽ ഇത് എവിടെയും എത്താതെ പോകും. ഇത്രയും കാലം പ്രവർത്തിച്ചതുപോലും എന്തിനാ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാനുമായി എന്തിനു മുന്നോട്ട് വന്നൊരു ചോദ്യം സമൂഹത്തിന് മുന്നിൽ നിൽക്കും. ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അധികാരത്തിലേറി 1 മാസം കഴിയുമ്പോൾ ഒരുപാട് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ശക്തമാണ് എന്ന് വെച്ചാൽ സാധാരണ അല്ലെങ്കിൽ ഇത്തരം ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഏജന്റുമാരായിട്ടുള്ളത് കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത് കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ള ഭയം. ഫുഡ് ഡെലിവറി, ആദ്യം കാരവാന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പോലും ഫുഡ് ഡെലിവറി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഡെലിവറി ബോയ്സിനെയോ ഡെലിവറി ഗേൾസിനെയോ സംശയിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയല്ല, എല്ലാവരെയും സംശയത്തിന്റെ കണ്ണുകളിലൂടെ നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അത് കേരളത്തിന്റെ തന്നെ അവസ്ഥയാണ്. അല്ലെങ്കിൽ അതിപ്പോൾ ഒരിക്കലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ സർക്കാരിനൊന്നും കുറ്റം പറയാനാകില്ല. ആരെ വിശ്വസിക്കണം? പെൺകുട്ടികളടക്കം ഇത്തരം ലഹരിക്ക് അല്ലെങ്കിൽ ലഹരിയുടെ കെണിയിലാണ് എന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം സഭയിൽ പറയുകയുണ്ടായി. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നൊരു മാറ്റം ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ മാറ്റം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണമായി സാധാരണഗതിയിൽ ഒരാളെ പിടിക്കുകയാണെങ്കിൽ ആ ആളിനെ മാത്രമാണ്, അല്ലെങ്കിൽ പിന്നിലേക്കുള്ള ആളുകളെ പിടിക്കാറില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഓപ്പറേഷൻ തൂഫാൻ വ്യക്തമായി ആരൊക്കെയാണോ പിന്നിലുള്ളത് അവരെല്ലാം പിടിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ലഹരി പദാർത്ഥങ്ങളും ഇല്ലാത്ത സംസ്ഥാനമായി മാറ്റാമെന്നൊരു വിശ്വാസം എനിക്കില്ല. എന്നാൽ പോലും വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ കഴിയും. അതിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു പരിധി വരെ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് 1 വർഷം കഴിയുമ്പോൾ വലിയ മാറ്റം. ഇതേപോലെ ഓപ്പറേഷൻ തൂഫാനുമായി പോവുകയാണ്. അവിടെ ഞാൻ പറയുന്നു, പ്രതിപക്ഷം കൂടി കൈ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അനാവശ്യമായി തൂഫാനെതിരെ സംസാരിക്കാതെ, തൂഫാൻ എന്നത് കേരള സർക്കാരിന്റെ പദ്ധതിയല്ല, കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ ആഗ്രഹിച്ച പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി പ്രതിപക്ഷം കൂടി കൈ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശക്തമായി നിൽക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തൂഫാനിലൂടെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. വിദ്യാർത്ഥി സമൂഹത്തെ, ലഹരിക്ക് അടിമയായ വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന്റെ ആവേശം മാത്രമാണെങ്കിൽ 1, 2 അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇത് നിർത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളം 1 മാസങ്ങൾക്ക് മുൻപ് കേരളം ലഹരി മാഫിയകളുടെ കയ്യിൽ എങ്ങനെയായിരുന്നോ അതിന്റെ ഇരട്ടി ശക്തിയിൽ അവ തിരിച്ചു വരും എന്നുള്ള കാര്യം കൂടി സർക്കാർ മറക്കാൻ പാടില്ല. തീർച്ചയായും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടം സർക്കാർ നടത്തുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ ആ പോരാട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ആ പിന്തുണ തന്നെയാണ് സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജം പകരുന്നത്. അത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഈ രംഗത്ത് പോരാടുകയാണ്. ആ പോരാട്ടം വിജയിക്കും. കേരളത്തെ ഒരു ലഹരി വിമുക്ത അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് വിമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നതിൽ സർക്കാരിനും സംശയമില്ല. പക്ഷേ ഈ പോരാട്ടം അവസാനം വരെ സർക്കാർ കൊണ്ടുപോകും.